ഹായ് ഫ്രണ്ട്സ്, LP UP സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് കുറച്ചധികം നവോത്ഥാന നായകരുടെ ലിസ്റ്റ് തന്നിട്ടുണ്ടല്ലേ പഠിക്കാനായിട്ട്. അപ്പോൾ ആ ഒരു ലിസ്റ്റിൽ ഏറ്റവും അവസാനത്തെ ക്ലാസ്സാണ് ഇത്. അതായത് നവോത്ഥാന നായകർ എന്ന ഭാഗം നമ്മൾ കംപ്ലീറ്റ് ആവുകയാണ് ഈ ഒരു ക്ലാസ്സോട് കൂടിയിട്ട്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സഹോദരൻ അയ്യപ്പനെ കുറിച്ചാണ്. സഹോദരൻ അയ്യപ്പൻ നോക്കാം. 1889 ഓഗസ്റ്റ് മാസം 21 എറണാകുളം ജില്ലയിലെ ചേറായിലാണ് സഹോദരൻ അയ്യപ്പൻ്റെ ജനനം. 1889 ഓഗസ്റ്റ് മാസം 21 എറണാകുളം ജില്ലയിലെ ചേറായിയിൽ ജനിച്ച നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ. ഈ ചെറായി എന്ന സ്ഥലം PSCക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ചെറായി എന്ന് കേൾക്കുമ്പോൾ തന്നെ സഹോദരൻ അയ്യപ്പൻ എന്ന പേര് നമ്മുടെ മനസ്സിലേക്ക് വരണം. കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സഹോദരൻ അയ്യപ്പനാണ്. കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ. അദ്ദേഹത്തെ സഹോദരൻ അയ്യപ്പനെ അയ്യപ്പൻ മാസ്റ്റർ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അയ്യപ്പൻ മാസ്റ്റർ എന്ന പേരിലും സഹോദരൻ അയ്യപ്പൻ അറിയപ്പെടുന്നുണ്ട്. കൂടാതെ തന്നെ പുലയൻ അയ്യപ്പൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ അതും സഹോദരൻ അയ്യപ്പൻ തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി സഹോദരൻ അയ്യപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. 1928. 1928 സഹോദരൻ അയ്യപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കോൺട്രിബ്യൂഷൻസ് ഒക്കെ നോക്കാം. ആദ്യം സഹോദര സംഘം. സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് സഹോദര സംഘം സ്ഥാപിതമായ വർഷം. അതൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ 1917 സഹോദരൻ അയ്യപ്പൻ ഈ സഹോദര പ്രസ്ഥാനം സ്ഥാപിക്കുന്നത്. ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? മിശ്ര വിവാഹവും മിശ്ര ഭോജനവും വഴി ജാതി നശീകരണം എന്നുള്ളതാണ് ഈ ഒരു സംഘത്തിൻ്റെ ലക്ഷ്യം. പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം അല്ലെങ്കിൽ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് മിശ്ര വിവാഹവും മിശ്ര ഭോജനവും വഴി ജാതി നശീകരണം എന്നതായിരുന്നു. അപ്പോൾ ഈ സഹോദര സംഘത്തിൻ്റെ നേതൃത്വത്തിൽ 1917 ജാതി വ്യവസ്ഥയ്ക്കെതിരെ നടത്തിയ ഒരു പ്രക്ഷോഭമുണ്ട്. എന്താണ്? സഹോദര സംഘത്തിൻ്റെ നേതൃത്വത്തിൽ 1917 ജാതി വ്യവസ്ഥയ്ക്കെതിരെ നടത്തിയ പ്രക്ഷോഭമാണ് ജാതിരാക്ഷ സദഹനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഈ ഒരു സഹോദര സംഘം അല്ലെങ്കിൽ സഹോദര പ്രസ്ഥാനം, ഈ പ്രസ്ഥാനത്തിൻ്റെ മുഖപത്രമാണ് സഹോദരനാണ് ഇതിൻ്റെ ഒരു മുഖപത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1917 തന്നെ മട്ടാഞ്ചേരിയിൽ വെച്ചിട്ടാണ് ഈ ഒരു പത്രം ആരംഭിച്ചത്. കൂടാതെ റഷ്യൻ വിപ്ലവ നേതാവായിട്ടുള്ള ലെനിനെ കുറിച്ച് ആദ്യമായി ലേഖനം എഴുതിയ മലയാള പ്രസിദ്ധീകരണം ഈ സഹോദരൻ എന്ന പ്രസിദ്ധീകരണമാണ്. ഓക്കെ. അതായത് റഷ്യൻ വിപ്ലവ നേതാവായിട്ടുള്ള ലെനിനെ കുറിച്ച് ലേഖനം എഴുതിയ മലയാള സാഹിത്യകാരൻ ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. അത് ഏത് പത്രത്തിലാണ് എഴുതിയത്? സഹോദരൻ എന്ന പത്രത്തിലാണ് എഴുതിയിട്ടുള്ളത്. സഹോദരൻ എന്ന പത്രം എന്താണ്? സഹോദര സംഘത്തിൻ്റെ മുഖപത്രമാണ്. 1917 സ്റ്റാർട്ട് ചെയ്യുന്നത്. മട്ടാഞ്ചേരിയിൽ വെച്ചിട്ടാണ് ഈ ഒരു പത്രം ആരംഭിക്കുന്നത്. മനുഷ്യരെല്ലാം സഹോദരരാകുന്നു എന്ന പ്രഥമ വാക്യത്തോടു കൂടി അച്ചടിച്ചിരുന്ന മാഗസിനാണ് സഹോദരൻ. ഓക്കെ. അപ്പോൾ ഈ സഹോദരൻ എന്നത് ആദ്യം മാസികയായിരുന്നു. 1917 മാസികയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് 1919 ഇത് പത്രമായിട്ട് മാറുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അവിടെ സംശയം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ആദ്യം ഇത് ഒരു മാസിക എന്ന രൂപത്തിലാണ് സ്റ്റാർട്ട് ചെയ്തത് സഹോദരൻ. പിന്നീട് 1919 ഇത് പത്രമായിട്ട് മാറുന്നുണ്ട് എന്ന പോയിന്റ് ഓർത്ത് വെച്ചേക്കുക. അടുത്തത് സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ട് പിന്നെ PSC ചോദിക്കുന്ന ഒരു ഭാഗം മിശ്രഭോജനമാണ്. മിശ്രഭോജനം എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രസ്ഥാനം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. 1917 മെയ് മാസം 29 എറണാകുളത്ത് ചെറായിലാണ് സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനത്തിന് തുടക്കം കുറിച്ചത്. ഓർത്തു വെച്ചേക്കണം. പിന്നെ പിൻകാലത്ത് പൊതുസമൂഹത്തിൽ കോസ്മോപൊളിറ്റൻ ഡിന്നർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് മിശ്രഭോജനമാണ്. ഇത് PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കോസ്മോപൊളിറ്റൻ ഡിന്നർ എന്താണ്? അതായത് മിശ്രഭോജനമാണ്. സഹോദരൻ അയ്യപ്പൻ്റെ മിശ്രഭോജനത്തിനെയാണ് കോസ്മോപൊളിറ്റൻ ഡിന്നർ എന്ന പേരിൽ പിന്നീട് പൊതുസമൂഹത്തിൽ അറിയപ്പെട്ടിരുന്നത് എന്നത് ഓർക്കുക. പുലയർ ഈഴവർ എന്നിവരെ ഒന്നിച്ചിരുത്തിക്കൊണ്ടാണ് ഇദ്ദേഹം എന്ത് ചെയ്തത്? മിശ്രഭോജനത്തിനായി തുടക്കം കുറിച്ചത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ.
ഇനി ഈ മിശ്രഭോജനത്തിൽ പങ്കെടുത്ത ആളുകളെ ആട്യന്മാർ വിളിച്ചിരുന്നത് എന്താണ്? പുലയച്ചോലന്മാർ എന്നായിരുന്നു. പുലയച്ചോലന്മാർ എന്ന് വിളിച്ചിരുന്നത് ആരാണ്? ആട്യന്മാർ ആരെ വിളിച്ചിരുന്നതാണ്? മിശ്രഭോജനത്തിൽ പങ്കെടുത്തവരെ വിളിച്ചിരുന്നതാണ്. അപ്പോൾ പുലയരെയും ഈഴവരെയും ഒന്നിച്ചിരുത്തിയിട്ടാണ് ഇദ്ദേഹം എന്ത് ചെയ്തത്? മിശ്രഭോജനം സംഘടിപ്പിച്ചത്. വർഷം 1917 മെയ് മാസം 29 തീയതി എറണാകുളം ജില്ലയിലെ ചെറായിലാണ്. ഓക്കെ. പിന്നെ ഈഴവരെയും പുലയരെയും ഒന്നിച്ചിരുത്തി മിശ്രഭോജനം സംഘടിപ്പിച്ചത് ആര്? PSCയുടെ PYQ UPSA 2020 ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യമാണ്. സഹോദരൻ അയ്യപ്പനാണ് പുലയരെയും അതുപോലെ ഈഴവരെയും ഒന്നിച്ചിരുത്തി മിശ്രഭോജനം സംഘടിപ്പിച്ചത്. അപ്പോൾ സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട കാര്യം സഹോദര സംഘം, യുക്തിവാദി, അതുപോലെ തന്നെ മിശ്രഭോജന പ്രസ്ഥാനം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കോട്ടുകളൊന്ന് നോക്കാം. കോട്ടുകൾ എന്ന് പറയുമ്പോൾ യുക്തിവാദിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല, അത് പറയും. ഇനി കോട്ടുകൾ നോക്കാം. ജാതിയെ വിധിക്കുന്നു, ജാതിയെ സ്ഥാപിക്കുന്നു, ജാതിയിൽ നിന്നിടുന്നു, ജാതി താൻ ഹിന്ദുമതം. ഇത് ആരുടെ കോട്ടാണ്? സഹോദരൻ അയ്യപ്പൻ്റെയാണ്. നിങ്ങളത് കംപ്ലീറ്റ് ചെയ്തിട്ട് എഴുതണം. നോട്ട് എഴുതുന്നവർ അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് എഴുതണം. ജാതിയെ വിധിക്കുന്നു, ജാതിയെ സ്ഥാപിക്കുന്നു, ജാതിയിൽ നിന്നിടുന്നു, ജാതി താൻ ഹിന്ദുമതം എന്ന കോട്ട് സഹോദരൻ അയ്യപ്പൻ്റെയാണ്. കൂടാതെ എന്താണ്? ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന കോട്ടും ആരുടേതാണ്? സഹോദരൻ അയ്യപ്പൻ്റേതാണ്. ഇനി മറ്റൊരു കോട്ടിലേക്ക് വരുമ്പോൾ സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക എന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകൻ ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. എന്താണ്? സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക എന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ. ഇനി മറ്റൊരു കോട്ട് നോക്കുക. ആചാരങ്ങളെല്ലാം ദൈവത്തെ പ്രീതിപ്പെടുത്താനാണെങ്കിൽ ഞാൻ ആ ദൈവത്തോട് യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞതും സഹോദരൻ അയ്യപ്പനാണ്. എന്താണ്? ആചാരങ്ങളെല്ലാം ദൈവത്തെ പ്രീതിപ്പെടുത്താനാണെങ്കിൽ ഞാൻ ആ ദൈവത്തോട് യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞതും സഹോദരൻ അയ്യപ്പനാണ്. ഓക്കെ അല്ലേ? ഇത്രയും കോട്ടുകൾ. പിന്നെ കർമ്മത്താൽ ചണ്ടാളൻ, കർമ്മത്താൽ ബ്രാഹ്മണൻ എന്ന് അഭിപ്രായപ്പെട്ടതും സഹോദരൻ അയ്യപ്പനാണ്. കർമ്മത്താൽ ചണ്ടാളൻ, കർമ്മത്താൽ ബ്രാഹ്മണൻ എന്ന് അഭിപ്രായപ്പെട്ടതും സഹോദരൻ അയ്യപ്പനാണ്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത്രയും ഭാഗം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ നോക്കാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുമ്പോൾ ഇതുവരെ PSC അങ്ങനെ കൃതികളൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും ഒന്ന് നോക്കാം. റാണി സന്ദേശം, അഹല്യ, അതുപോലെ ഉജ്ജീവനം, പരിവർത്തനം കിളിപ്പാട്ട്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ലൈൻസ് ഇതാണ്. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. മലയാളി കേട്ടിരിക്കുന്ന അല്ലേ, ഏതൊരു കുഞ്ഞു കുട്ടിയാണെങ്കിലും കേട്ടിരിക്കുന്ന വരികളാണ്. ഇത് എഴുതിയത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ്റെ ഒരു കവിതയാണ് കേട്ടോ. സഹോദരൻ അയ്യപ്പൻ്റെ കവിതയാണ് മാവേലി നാടു വാണിടും കാലം എന്നുള്ളത്. കൂടാതെ തന്നെ ഈഴവോദ്ബോധനം എന്നതും ഇദ്ദേഹത്തിൻ്റെ കവിതയാണ്. അപ്പോൾ ഈ മാവേലി നാടു വാണിടും കാലം എന്ന കവിതയുടെ രചയിതാവ് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. അതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ. ഇനി മാസികകൾ നോക്കാം. നമ്മൾ പറഞ്ഞു വേലക്കാരൻ എന്ന മാസിക ആരുടേതാണ്? സഹോദരൻ അയ്യപ്പൻ്റേതാണ് എന്ന് നമ്മൾ പറഞ്ഞു. വർഷം 1933. അപ്പോൾ ഡെയിലി വർക്കർ എന്ന ബ്രിട്ടീഷ് പ്രസിദ്ധീകരണത്തെ മാതൃകയാക്കിയും തൊഴിലാളി ക്ഷേമം മുൻനിർത്തിയും സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് വേലക്കാരൻ. ക്ലിയർ ആവുന്നുണ്ടോ? ഡെയിലി വർക്കർ എന്ന ബ്രിട്ടീഷ് പ്രസിദ്ധീകരണത്തെ മാതൃകയാക്കിക്കൊണ്ട് തൊഴിൽ ക്ഷേമം മുൻനിർത്തി സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് വേലക്കാരൻ. ഒരു മാസികയായിരുന്നു. ഇയർ 1933. അപ്പോൾ വേലക്കാരൻ പഠിക്കുമ്പോൾ യജമാനൻ എന്ന മാസികയെ നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കണം അല്ലേ? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. യജമാനൻ എന്ന മാസിക ആരുടേതാണ്? വാഗ്ഭടാനന്ദൻ്റെ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് യുക്തിവാദിയുടെ ഇയർ ഒന്ന് നോട്ട് ചെയ്യുക. 1928 യുക്തിവാദിയുടെ ഇയർ. അപ്പോൾ സഹോദരൻ അയ്യപ്പൻ സ്ഥാപക എഡിറ്ററായി ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് യുക്തിവാദി എന്ന് പറയുന്നത്. സഹോദരൻ അയ്യപ്പൻ സ്ഥാപക എഡിറ്ററായി ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് യുക്തിവാദി. വർഷം 1928. യുക്തിവാദി മാസികയുടെ ആപ്തവാക്യം ഇപ്രകാരമാണ്: യുക്തിയേന്തി മനുഷ്യൻ്റെ ബുദ്ധിശക്തി ഘനിച്ചതിൽ ലഭിച്ചതല്ലാതിതിലൊന്നും ലോക വിജ്ഞാന രാശിയിൽ. യുക്തിയേന്തി മനുഷ്യൻ്റെ ബുദ്ധിശക്തി ഘനിച്ചതിൽ ലഭിച്ചതല്ലാതിതിലൊന്നും ലോക വിജ്ഞാന രാശിയിൽ എന്നുള്ളതാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇനി കുറച്ച് എക്സ്ട്രാ പോയിന്റ്സുകൾ നമുക്ക് നോക്കാം. വിദ്യാപോഷിണി എന്ന സാംസ്കാരിക സംഘടനയ്ക്ക് ഇദ്ദേഹം രൂപം നൽകിയിട്ടുണ്ട്. എന്താണ് വിദ്യാപോഷിണി? ഓക്കെ,
നോക്കാം. വിദ്യാപോഷിണി എന്നൊരു സാംസ്കാരിക സംഘടനയ്ക്ക് ഇദ്ദേഹം രൂപം നൽകിയിട്ടുണ്ട് എന്ന പോയിന്റ് ഓർത്ത് വെച്ചേക്കുക. വിദ്യാപോഷിണി. പിന്നെ ശ്രീനാരായണ സേവികാ സമാജം. ശ്രീനാരായണ സേവികാ സമാജം. ശ്രീനാരായണ സേവികാ സമാജം. ഇതിൻ്റെയും സ്ഥാപകൻ ആര് തന്നെയാണ്? സഹോദരൻ അയ്യപ്പനാണ്. പിന്നെ ശാന്തി മന്ദിരം. ഇതൊരു അഭയ കേന്ദ്രമാണ്, അല്ലെങ്കിൽ അഭയ മന്ദിരമാണ് ശാന്തി മന്ദിരം എന്നറിയപ്പെടുന്നത്. ജസ്റ്റ് ആ പേരുകൾ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ശാന്തി മന്ദിരം എന്ന് പറയുമ്പോൾ അശരണരും അംഗഭംഗം സംഭവിച്ചവരുമായിട്ടുള്ള വനിതകൾക്ക് വേണ്ടിയിട്ട് സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച അഭയ മന്ദിരമാണ് ശാന്തി മന്ദിരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അശരണരും നിരാലംബരായിട്ടുള്ളവരും അംഗഭംഗം സംഭവിച്ച സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച അഭയ മന്ദിരമാണ് ശാന്തി മന്ദിരം എന്നറിയപ്പെടുന്നത്. അതുപോലെ ആനന്ദഭവനം. ആനന്ദഭവനം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഓക്കെ, ആനന്ദഭവനം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അനാഥ കുട്ടികളുടെ അഭയത്തിന് വേണ്ടിയിട്ട് സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച മന്ദിരമാണ് ആനന്ദ ഭവനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് കൊച്ചി രാജ്യത്ത് ഉത്തരവാദ ഭരണവും പ്രായപൂർത്തി വോട്ടവകാശവും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് സഹോദരൻ അയ്യപ്പൻ. നമുക്ക് സഹോദരൻ അയ്യപ്പനെ കുറിച്ച് ഒരു ചോദ്യം തരുമ്പോൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് തരികയാണ് ഇങ്ങനെ: കൊച്ചി രാജ്യത്ത് ഉത്തരവാദ ഭരണവും പ്രായപൂർത്തി വോട്ടവകാശവും നേടിയെടുക്കാൻ വേണ്ടി പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് എന്ന് തന്നാൽ അത് നമുക്കറിയണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്ന് ഓർത്തിരുന്നാൽ മതി. കൊച്ചി രാജ്യത്ത് ഉത്തരവാദ ഭരണവും പ്രായപൂർത്തി വോട്ടവകാശവും നേടിയെടുക്കാൻ അക്ഷീണം പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് സഹോദരൻ അയ്യപ്പൻ. പിന്നെ കൊച്ചി മന്ത്രിസഭയിലും തിരുക്കൊച്ചി മന്ത്രിസഭയിലും അംഗമായിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് ഇദ്ദേഹം. കൊച്ചി മന്ത്രിസഭയിലും തിരുക്കൊച്ചി മന്ത്രിസഭയിലും അംഗമായിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് ഇദ്ദേഹം എന്ന കാര്യം ഓർത്തിരിക്കുക. പിന്നെ SNDP യോഗം പ്രസിഡന്റായി സഹോദരൻ അയ്യപ്പനെ ഒരിക്കൽ തിരഞ്ഞെടുത്തിട്ടുണ്ട്. 1940 അത്. പിന്നെ സഹോദരൻ അയ്യപ്പൻ്റെ സ്മാരകം അതൊന്ന് നോട്ട് ചെയ്യണം. സഹോദരൻ അയ്യപ്പൻ്റെ സ്മാരകം വരുന്നത് എവിടെയാണ്? ചെറായിലാണ്. ചെറായി. അദ്ദേഹം അന്തരിച്ച വർഷം 1968. 1968 മാർച്ച് മാസം 6-ാം തീയതിയാണ്. 1968 മാർച്ച് മാസം 6-ാം തീയതിയാണ്. ഇദ്ദേഹത്തിൻ്റെ സ്മാരകം വരുന്നത് ചെറായിലാണ്. സ്മാരകം ചെറായി എറണാകുളം ജില്ലയാണ്. ഓക്കെ, പിന്നെ സഹോദരൻ അയ്യപ്പൻ കോളേജൊക്കെ ഉണ്ട് എറണാകുളത്ത് തന്നെ. പത്രപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് സഹോദരൻ പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തി P. സുജാതനാണ് കേട്ടോ. പത്രപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് സഹോദരൻ പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തി P. സുജാതനാണ്. പിന്നെ 2 പുസ്തകം കൂടി നിങ്ങളുടെ അറിവിലേക്കായി പറയുകയാണ്. അത് ഒന്ന് സഹോദരൻ K. അയ്യപ്പൻ എന്ന പുസ്തകം. അതായത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ്. എഴുതിയത് MK സാനു. പിന്നെ സഹോദരൻ അയ്യപ്പൻ എന്ന പേരിലൊരു പുസ്തകമുണ്ട്. അത് എഴുതിയത് MP ഷീജയാണ്. അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിലും ഇൻ കേസ് നമ്മളെല്ലാം പഠിച്ചിട്ട് ഈ ഒരു ചോദ്യമാണ് വരുന്നതെങ്കിൽ നമ്മൾ അറിയാതെ പോകരുത്, അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ 2 പുസ്തകങ്ങളാണ്. സഹോദരൻ K. അയ്യപ്പൻ എന്ന പുസ്തകം രചിച്ചത് MK സാനു. സഹോദരൻ അയ്യപ്പൻ എന്ന പുസ്തകം എഴുതിയത് MP ഷീജയുമാണ്. ഇത്രയും ഓക്കെ ആണല്ലോ. അപ്പോൾ സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ട് കുറച്ചധികം പോയിന്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്? കൊച്ചിയിലും തിരുവിതാംകൂറിലും ഉത്തരവാദ ഭരണകൂടം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? അക്ഷീണം പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലേ? പ്രായപൂർത്തി, വോട്ടവകാശം, ഉത്തരവാദിത്ത ഭരണം എന്നതിനൊക്കെ വേണ്ടിയിട്ട്. അതുപോലെ മാവേലി നാട് വാണിടും കാലം എന്ന കവിത രചിച്ചു. പത്രപ്രവർത്തനത്തിന് വേണ്ടി സഹോദരൻ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് P. സുജാതൻ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ വിദ്യാപോഷിണി സഭയെക്കുറിച്ച് പറഞ്ഞു. ശാന്തി മന്ദിരം, ആനന്ദഭവനം, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടി ഉണ്ട്, അത് പറയാൻ വിട്ടുപോയതാണ്. സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് കേട്ടോ. സോഷ്യലിസ്റ്റ് പാർട്ടി. സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ബുക്സ് ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും ആ ഒരു കവിത, മാവേലി നാട് വാണിടും കാലം എന്ന കവിത ആരെഴുതിയതാണ്? സഹോദരൻ അയ്യപ്പൻ എഴുതിയതാണ്. പിന്നെ അയ്യപ്പൻ മാസ്റ്റർ എന്നറിയപ്പെടുന്നു. കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവാണ്. പുലയൻ അയ്യപ്പൻ എന്നറിയപ്പെടുന്നു. വേലക്കാരൻ എന്ന മാസിക ആരംഭിച്ച വർഷം 1933. യജമാനാണെങ്കിലോ അത് ആരാ ആരംഭിച്ചത്? വാഗ്ഭടാനന്ദനാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പ്രധാനപ്പെട്ട കോട്ടുകൾ: സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക എന്നുള്ള കോട്ടൊക്കെ പറഞ്ഞു. റഷ്യൻ വിപ്ലവ നേതാവായ ലെനിനെ കുറിച്ച് ലേഖനം എഴുതിയ മലയാള സാഹിത്യകാരൻ ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്.
പിന്നെ വേലക്കാരൻ എന്ന പത്രം 1933 ഡെയിലി വർക്കർ എന്ന ബ്രിട്ടീഷ് പ്രസിദ്ധീകരണത്തിൻ്റെ മാതൃകയിലാണ് വേലക്കാരൻ പ്രസിദ്ധീകരണം ആരംഭിച്ചതെന്ന് പറഞ്ഞു അല്ലേ. യുക്തിവാദിയുടെ വർഷം 1928 ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ട് പഠിച്ചത്. അദ്ദേഹം മരണപ്പെട്ടത് 1968 മാർച്ച് മാസം 6-ാം തീയതി. അദ്ദേഹത്തിൻ്റെ സ്മാരകം ചെറായിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മളുടെ LP UP സിലബസിലെ നവോത്ഥാനം എന്ന ഏരിയ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്ത് ഫ്രണ്ട്സ് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും വിട്ടുപോകണ്ട. ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്താൽ വീക്ക്ലി സ്റ്റഡി പ്ലാനുകളും സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള എക്സാംസും ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. താങ്ക്